ഇടിച്ചക്ക കഴിച്ചാൽ മതി. ഒരാഴ്ചയിൽ ഒരു ഇടിച്ചക്ക ഇതിൻ്റെ തോരൻ വെച്ച് കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാവില്ല, ഷുഗർ ഉണ്ടാവില്ല. ഈ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ വിവിധങ്ങളായ സ്വഭാവമാണ് ഈ ചക്കക്ക്. അതിലേറ്റവും 2 ഘട്ടം, ഒന്ന് ചക്ക, ഒന്ന് ഇടിച്ചക്ക. ചക്ക എന്ന് പറഞ്ഞാൽ ഒരു മുതല, അതൊരു മുതലാണ്. അത് മുതല പറഞ്ഞാൽ അത് സ്വർണ്ണ, അത് തങ്കാണ്. ഇടിച്ചക്ക ഒരു തങ്കാണ്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം, ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ. അതിൽ നമ്മളിപ്പോൾ ഞാൻ ചക്ക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ചക്ക എന്ന് വെച്ചാൽ പൊയ്ത്തക്ക. എല്ലാവർക്കും ഒന്നും പറ്റൂല. ഷുഗറിനെങ്കിൽ പൊയ്ത്തക്ക എന്നരുത്, കാരണം ഷുഗർ കൂട്ടും. അതേസമയത്ത് ഇടിച്ചക്കയോ, ഇടിച്ചക്ക സ്ഥിരമായിട്ട് ഷുഗർ എന്ന സാധനം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ചക്ക എന്ന് പറഞ്ഞാലും അതാണ്. ഇപ്പം കുട്ടികളോട് നമുക്ക് ചക്ക എന്ന് ചോദിച്ചാൽ ഓടി ഉദ്ദേശിക്കുന്ന ചക്ക ഏതാ? പഴഞ്ചക്ക, പൊയ്ത്തക്ക. പൊയ്ത്തക്ക എല്ലാവർക്കും പറ്റൂല, വയസ്സായവർക്ക് പറ്റൂല, പലതും കൂട്ടും. മനസ്സിലാവേണ്ട പറയും. ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുക. അതിൽ മുതൽ ആ ഭാഗത്തേക്ക് വരാം. ലോകത്ത് മുഴുവൻ ഇതേക്കുറിച്ച് പഠനങ്ങൾ 21ാം നൂറ്റാണ്ടിലാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ്, സിഡ്നി യൂണിവേഴ്സിറ്റി, ലോകത്തുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയിലും പഠനം നടന്നിട്ടുണ്ട് ചക്കയെ പറ്റി. ഇപ്പം ലോകം മുഴുവനും ചക്കയിലേക്ക് ഓടുക. അതിൻ്റെ അടിസ്ഥാന നാടാണ് ഏത്? കേരളം. നമുക്കത് വേണ്ട, ഇപ്പം വേണ്ട. നിങ്ങളത് ചിന്തിച്ചു നോക്ക്. ഭാവപ്രകാശ നിഘണ്ടുവിൽ, പുരാതന പൗരാണിക ആയുർവേദ നിഘണ്ടുവാണ് ഭാവപ്രകാശ നിഘണ്ടുവിൽ ചക്കയെപ്പറ്റി പനസം ശീതളം പക്വം സ്നിഗ്ധം പിത്താ നിലാപഹം തർപ്പണം ബ്രഹ്മണം സ്വാദു മാംസലം ശ്ലേഷ്മലം വൃഷം ബല്യം സുഖപ്രദം ഹന്തി രക്തപിത്ത കഷതവ്രണാൻ. പനസം ശീതളം, ചക്ക എന്നുള്ള സാധനം എന്താണ്? ശീതം, തണുപ്പ് കൊടുക്കും. ശരീരത്തിന് എപ്പോഴും തണുപ്പ് കൊടുക്കുന്ന സാധനമാണത്. പിത്ത നിലാപഹം, അത് പനസം ശീതളം പക്വം സ്നിഗ്ധം പിത്ത നിലാപഹം. ഇത് ശരീരത്തിൽ അധികമായ പിത്തദോഷത്തെയും വാദദോഷത്തെയും ഇല്ലാതെയാക്കും. പിത്തം മനസ്സിലായി? പിത്തം വാദം എന്ന ദോഷങ്ങളെ ഇല്ലാതെയാക്കും. മനസ്സിലായില്ലേ? എന്ത്? ചക്ക. തർപ്പണം ബൃഹണം, ശരീരത്തിന് പെട്ടെന്ന് തൃപ്തിയും ആവശ്യമായ പോഷകങ്ങളും നൽകും. ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തും. എന്ത് കഴിച്ചാൽ? ചക്ക കഴിച്ചാൽ. ഒക്കെ ചക്ക പൂച്ചക്കല്ലോട്ട് പറഞ്ഞത്. വലിയ അതിന് ഗുണമില്ല എന്നല്ല, ഏറ്റവും വലിയ ഗുണം ചക്കക്കും ഇടിച്ചക്കും. ഏറ്റവും വലിയത് ഇടിച്ചക്ക. ഇടിച്ചക്കൻ്റെ ഭാഗത്ത് തന്നെ വേറിട്ട് പറഞ്ഞുതരാം. വല്യം സുഖപ്രദം, വല്യം ശുക്രപ്രദം, ശരീരത്തിന് നല്ല ബലം, പ്രതിരോധ ശക്തി ഉണ്ടാക്കും. ധാതുപുഷ്ടി. ആണിനും പെണ്ണിനും, ആണിന് ആണത്വം ഉണ്ടാക്കും, പെണ്ണിന് പെണ്ണത്വം ഉണ്ടാക്കും. ചക്ക കഴിച്ചാൽ പെണ്ണിന് ശരീരത്തിൽ ഒരു മൃദുലത, പെണ്ണിൻ്റെ മൃദുലതയാണ്. അവർക്ക് എന്തിൻ്റെ ഉദാഹരണം സ്കിന്നിനൊക്കെ ഉള്ള ഗുണങ്ങളുണ്ടാവും. അപ്പോൾ ആവശ്യമില്ലാത്ത വേസ്റ്റുകൾ കെട്ടിക്കിടന്നാലാണ് സ്കിന്നിന് ചില രോഗങ്ങളുണ്ടാകുക. ഈ പുതിയ കോഴി കഴിച്ച സ്കിന്നിന് രോഗങ്ങൾ വരും. അപ്പോൾ ഉദാഹരണം പറയാം, ചില പെൺകുട്ടികളുടെ മുഖത്ത് വെളുപ്പ് പായും. അത് അധികരിച്ചാൽ പടച്ചോൻ കാക്കട്ടെ, വെള്ളപ്പാണ്ട് വരെ വരാം, അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഈ പുതിയ ഭക്ഷണ കാരണം പലതും വേസ്റ്റായിട്ട് അടിഞ്ഞു കിടക്കും. ഈ സാധനങ്ങൾ വേസ്റ്റേ ബോഡിയിലുണ്ടാവില്ല. മര്യാദയ്ക്ക് ചക്ക തിന്നാൽ മതി. ചക്ക ഒരു ഇടിച്ചക്ക മര്യാദയ്ക്ക് കഴിഞ്ഞ് ചെയ്യ പിന്നെ വയറിളക്കേണ്ട ആവശ്യമില്ല. ഇപ്പം മാസത്തിൽ ഒരു വട്ടമെങ്കിലും എന്ത് ചെയ്യണം പറയും? മാസത്തിൽ ഒരു വട്ടം പിന്നെ വയറിളക്കുന്നവർക്ക് കൈപൊക്കാം. മാസത്തിൽ ഒരിക്കൽ വയറിളക്കണം. 6 മാസത്തിൽ ഒരിക്കൽ വയറിളക്കുന്നവർക്ക് കൈപൊക്കാം. ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ വയറിളക്കിയവർക്ക് കൈപ്പൊക്കാം. 2 ആൾ 3 ആളുണ്ട്. 4 വയറിളക്കണം. മാസത്തിൽ ഒരിക്കൽ വയറിളക്കണം. അതേസമയത്ത് ഇടിച്ചക്ക സ്ഥിരമായി കഴിക്കുന്ന ഒരാൾക്ക് വയറിളക്കേണ്ട ആവശ്യം ഇല്ല. വേസ്റ്റ് സാധന ശരീരത്തിലുണ്ടാവില്ല. ഇടിച്ചക്ക സ്ഥിരമായി കഴിക്കണം. ആ ഇടിച്ചക്ക സ്ഥിരം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ കഴിച്ചാൽ മതി. ആഴ്ചയിൽ കഴിച്ചാൽ ഇനിയിപ്പോൾ നമ്മളൊക്കെ കഴിക്കേണ്ടത് എന്താണെന്നറിയോ? ഇടിച്ചക്ക തേടി പോയിട്ട് ഇടിച്ചക്ക കൊണ്ടുവന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണമാക്കി കഴിക്കുക. ചോറ് ഉപയോഗിക്കരുത്, ചപ്പാത്തി ഒന്നും ഉപയോഗിക്കരുത്. എന്ത് മാത്രം ഇടിച്ചക്ക. ഞാൻ അതിൽ വേണമെങ്കിൽ കറി വെച്ച് കഴിച്ചോ. ഇടിച്ചക്ക ഭക്ഷണമാക്കി കഴിക്കുക. ഭക്ഷണത്തിന് ചേരുവല്ല. ആ കൊത്തഞ്ചക്ക അതിൻ്റെ മേലെ മാത്രം എന്ത് ചെയ്യുമെന്നറിയോ? അതിൻ്റെ മുള്ള് മാത്രം ഒന്നാണ്ട് വരണ്ടു. എന്നിട്ടാണ് എന്താണ് തിന്നാൻ രസം, വയറ്റിൻ്റെ രസം. വേസ്റ്റ് കെട്ടിക്കിടക്കാനല്ല, ഒക്കെ പോകും.
വല്യം ശുക്രപ്രദം, ശരീരത്തിന് ബലം നൽകും, പ്രതിരോധ ശക്തി, ധാതുപുഷ്ടി. ധാതുപുഷ്ടി പറഞ്ഞാൽ പെണ്ണിന് പെണ്ണത്തം നൽകും, ആണിന് ആണത്വം നൽകും. ഇത് രണ്ടും ഇല്ലാത്തത് പ്രശ്നമാണെന്ന്. ഇപ്പം ആണിന് ഇന്ന് പെണ്ണിനെ പറ്റില്ല. എന്തുകൊണ്ട്? പെണ്ണിൻ്റെ ഗുണമല്ല, ആണിൻ്റെ ഗുണമാണ്. ഇപ്പോൾ രോമം വർദ്ധിക്കുക, ശരീരത്തിൽ രോമം വർദ്ധിക്കൽ പെണ്ണിൻ്റെ ഗുണമല്ല, ആണിൻ്റെ ഗുണം. പക്ഷെ ഇന്നത് പെണ്ണുങ്ങൾക്കുണ്ട്. എന്താ കാരണം? വേസ്റ്റ് കെട്ടി കിടക്കുക. ആണിൻ്റെ ഗുണം, ആണിന് പുരുഷത്വം. ഒരു പെണ്ണിന് ആവശ്യമായ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ കഴിയുക. ഇതിനാണ് ആണിൻ്റെ ധാതുപുഷ്ടി. ഇത് വലിയൊരു ശതമാനം ആണുങ്ങൾക്ക് ഇന്നില്ല. എന്തുകൊണ്ടില്ല? ഈ പുതിയ ഭക്ഷണം കഴിക്കുക. അപ്പോൾ പെണ്ണിന് ഓനെ മതിയാകാതിരിക്കുക, പെണ്ണിന് ഓനെ ഇഷ്ടമില്ലാതിരിക്കുക. പെണ്ണിന് ഒരാണിനെ കൊണ്ട് പെണ്ണിന് എന്താണോ ആവശ്യം അത് ആണിനെ കൊണ്ട് നിർവഹിക്കാൻ കഴിയാതിരിക്കുക. ഇതൊക്കെ ഇന്ന് കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കി. അതിന് കാരണം പുതിയ ഭക്ഷണം. ശരീരത്തിൽ അത്തരം കരുത്തന്നെ നഷ്ടപ്പെട്ടു. പുതിയ ഭക്ഷണം കഴിക്കന്നെ ചെയ്ത്. പിന്നെ ഇപ്പം ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ ഈ മറ്റെന്തൊരു സാധനമല്ലേ, ഇത് വെളുത്തൊരു കൂട്ടിൻ്റെ പേര് പറയാം, മൈനീസ് പഠിച്ച, അതൊക്കെ തിന്നാ ഞങ്ങളെ കഥ കഴിഞ്ഞ്. അങ്ങനെ ഒന്നിനും പറ്റില്ല. മൈനേസൊക്കെ തിന്നാൻ ചിലർക്ക് മൈനേസ് കുറച്ചും കൂടി വേണം. എന്നെ ഷോക്കേസിലൊക്കെ പെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞേക്കാൻ എന്നെ പറ്റില്ല. അങ്ങനത്തെ ഒരു കരുത്തുണ്ടാവില്ല. അങ്ങനെ പുതിയ ഭക്ഷണം കഴിക്കുന്നവർക്കൊന്നും കരുത്തുണ്ടാവില്ല. കരുത്തെന്ന് പറഞ്ഞാൽ അത് വേറൊരു സംഗതിയല്ലേ. കരുത്താണ് തടിയല്ല. പഴയ ആളുകൾക്ക് നല്ല എല്ലിന് ബലുണ്ടാവും, തടി പൊതളിപ്പുണ്ടാവില്ല. ഇനി നമുക്ക് എല്ലിന് കനല്ല, പൊതളിപ്പ ആണോ അല്ല. പഴയ കാലത്ത് ഉണങ്ങിയ മനുഷ്യന്മാരാണ്, പക്ഷെ നല്ല എല്ലിന് നല്ല ബല. ഇന്ന് പൊതളിപ്പാണ്. ഇതിങ്ങനെ ഈ നീരിങ്ങനെ നീരാണത്. കാണുമ്പോൾ ചുരുക്കുണ്ടാവും. ഞങ്ങളോട് പറഞ്ഞത് ആണും പെണ്ണും തെറ്റിയപ്പോൾ ഇവൾക്ക് കിഡ്നിക്ക് രോഗം വന്നു, അപ്പോൾ ഓൾക്ക് നീര് വന്നു. അപ്പോൾ കോടതിയിൽ നിന്ന് ഓളെ കണ്ടപ്പോൾ ഓന് തോന്നി ഓളിപ്പോൾ ഒന്നിച്ച് ചുരുക്കൂടിക്കണം. അപ്പോൾ നമുക്ക് ഇത് കേസ് ഒഴിവാക്കിയിട്ട് ഞാൻ എന്നെ തിരിച്ചെടുക്കാൻ തയ്യാറാണെന്ന് ഓൻ പറഞ്ഞു. കാരണം ഓളിപ്പോൾ ഭയമായല്ലേ, സുന്ദരിയാണ്. എന്താ സുന്ദരിയാൻ കാരണം? കിഡ്നിയിൽ കേട് വന്നപ്പോൾ നമുക്ക് നീര് വന്ന. ഇതൊക്കെ ഈ നമ്മളെ ക്ലാസ്സിൽ വന്നിരുന്ന ഒരു പെണ്ണിൻ്റെ അനുഭവം. ആ കുടുംബം തന്നെ എന്നോട് പറഞ്ഞു. അപ്പൊ നമ്മൾക്കിപ്പോ ഈ കാണുന്ന ചൊർക്കൊക്കെ എന്താണ്? ഇത് നീരാണ്. രക്തപിത്ത കഷതവ്രണാൻ എന്നാണ് പറഞ്ഞ. ശരീരത്തിനുള്ള രക്തസ്രാവം, ഉള്ളിലെ ക്ഷതം, വിട്ടുമാറാത്ത മുറിവ്, ഉള്ളിലെ മുറിവ്, പുറത്തെ മുറിവ്, ഇതൊക്കെ ഉടക്കാൻ സ്വയമായി എന്തിന് കഴിയും? ചക്ക കഴിക്കുക, ചക്ക വെച്ച് കഴിക്കുക, ചക്ക കൂട്ടാനാക്കി കഴിക്കുക. അന്നത്തെ പ്രധാനപ്പെട്ടൊരു ഭക്ഷണമാണ് ചക്കയിൽ. ചിലപ്പോൾ ചക്കയിൽ എന്ത് ചെയ്യുന്നറിയോ? പിന്നെ ചക്കക്കുരു അങ്ങനെ തന്നെ ഇടും. ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? എന്താ അതിൻ്റെ രസം? എന്നിട്ട് ഇതിനെ പിന്നെ നമ്മൾ കുട്ടികളായുമ്പോൾ തല്ലുവിടും. 2 3 പിന്നെ ചക്കക്കുരു അങ്ങനെ തന്നെ ഇടും. എന്നിട്ട് അതിനും വേണ്ടി തല്ലുവിടും പോരയിൽ. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ആ പ്ലാസ്റ്റിക് പോലത്തെ അതിൻ്റെ ആ കോട്ടിങ് മാത്രം അത് ഒഴിവാക്കിയിട്ട് അത് പ്രത്യേക രസമാണ്. അതിനോട് പൊരയിൽ തല്ലുണ്ടാക്കും. അന്ന് മന്തിക്കല്ല തല്ലുണ്ടാക്കുക, ഇത് തല്ലുണ്ടാക്കുക. ചിന്തിക്കും. ഈ പച്ചച്ചക്കയുടെ ഗുണങ്ങൾ സുശ്രുത സംഹിതയിലുണ്ട്. അതൊക്കെ ആയിരക്കണക്കായ കൊല്ലങ്ങൾക്കും ഉണ്ടാക്കിയ ഗ്രന്ഥങ്ങളാണ്. ആമം കഷായം മധുരം വാദകൃത് ഗുരുക്തിക്തകം കഫപിത്തഹരം ഗ്രാഹി വിഷ്ടംബി ബലവർദ്ധനം. പച്ചച്ചക്കക്ക് ചവർപ്പ്, മധുരം, കയ്പ് എന്നീ രസങ്ങളുണ്ട്. ഇത് ശരീരത്തിലെ കഫത്തെയും പിത്തത്തെയും ശമിപ്പിക്കുന്നു, ഒക്കെ സന്തുലിതപ്പെടുത്തും. കഫപിത്തഹരം, കഫത്തെയും പിത്തത്തെയും എൻ്റെ വർദ്ധനവിനെ അത് ഇല്ലാതാക്കും. ദഹനനാളിയിലെ അമിത ജലാംശത്തെ ആഗിരണം ചെയ്യുന്നതിനാൽ വയറിളക്കത്തിന് നല്ലതാണ്. അമിതമായി കഴിച്ചാൽ വലിയ ചക്ക, ഏത് ചക്കയല്ല, പിന്നെ ചക്ക ഇടിച്ചക്കയല്ല, അതിനെ പരിധി വിട്ട് കഴിക്കരുത്. പരിധി വിട്ട് കഴിച്ചാൽ ഗ്യാസ് ഉണ്ടാക്കും. പക്ഷേ ചക്ക കഴിക്കുന്നതിനനുസരിച്ച് ബലം വർദ്ധിക്കും. ചക്ക എത്ര തിന്നാലും എന്തുണ്ടാവുള്ളൂ? ഗ്യാസ് കൂടും. മനസ്സിലാവേണ്ട, ഗ്യാസിനെ ശ്രദ്ധിച്ചാൽ മതി. അക്കാലത്ത് എന്ത് ചെയ്യുന്നൊരു മനസ്സിലായി, ചില ആളുകൾക്ക് നല്ല കരുത്തുണ്ടാവും, പള്ള കുറച്ച് കൂടും. പള്ള കൂടും ചില ആളുകൾക്ക്, പള്ള കൂടുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ചക്ക കൂടുതൽ തിന്നതാണ്. ചക്ക കൂട്ടാനല്ല, അല്ലെങ്കിൽ കഞ്ഞി കുടിക്കാനിരിക്കാത്ത ചില പണിക്കാർ എൻ്റെ തറവാട്ടിലുണ്ടായിരുന്നു. ചക്ക കൂട്ടാനാണെങ്കിൽ ഇരിക്കുള്ളൂ.
കുറച്ച് പള്ള വലിയ ആളൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. നമ്മളെ തറവാട്ടിൽ പിന്നെ പണിക്ക് വന്നിരുന്ന അവർ ചക്ക കൂട്ടാനാണെങ്കിൽ കഞ്ഞിക്കിരിക്കുള്ളൂ, പള്ള കുറച്ച് കൂടും. ഇതെന്താ കാരണം? ഗ്യാസ്. പക്ഷെ പേശിബലം ഭയങ്കര കരുത്തന്നെ. അതന്നെ. ഇതൊന്നല്ല നിങ്ങളോട് ഞാൻ ഇതൊന്നല്ല. അവരൊന്നും എനിക്ക് ഇതിൻ്റെ പുതിയാപ്പെണ്ണ പറ്റൂല എന്നുള്ളൊരു പെണ്ണ് മടങ്ങി പോയിട്ടില്ല. ഇന്നത്തെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര. ഞാൻ ഇപ്പോൾ ദാറുൽ ഖുർആനിൽ വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞിരിക്കുമ്പോൾ ഞാൻ ചിലതൊക്കെ എന്നെ കേൾക്കും. പലതും സ്വകാര്യമായിട്ട് ഭർത്താവും ഭാര്യയും കൂടി വന്നിട്ട് എന്നോട് പറയും, എനിക്ക് സ്വകാര്യം ഒരു കാര്യസ്ഥാനോട് പറയാനുണ്ട്. അങ്ങനെയൊക്കെ നൂറുകണക്കിന് അനുഭവങ്ങൾ എനിക്ക് ഇവിടെ ഉണ്ട്. ഇതുണ്ടായതുകൊണ്ടാണ് ഞാൻ കപ്പിൾസ് മീറ്റ് നടത്തിയത്. അതാണ് കാരണം. അതും പൂർത്തിയായിട്ടില്ല. അതൊരു പൂർത്തീകരണമല്ല. ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ എന്താ നമ്മളെ പുതിയ ഭക്ഷണങ്ങൾ കാണിൻ്റെ കരുത്തനില്ലാതാക്കി. ചക്കക്ക് ബലവർദ്ധനം, അങ്ങനെയല്ലേ പറഞ്ഞത്? കഫപിത്തഹരം വിഷ്ടംബി ബലവർദ്ധനം. എന്താണെങ്കിലും ചക്ക ശരീരത്തിന് എന്തുണ്ടാക്കും? കരുത്തുണ്ടാക്കും. ഭയങ്കര നല്ല കരുത്തുള്ള ബോഡിക്ക് കരുത്തുണ്ടാവും, ഉള്ളിന് കരുത്തുണ്ടാവും. ഒരു എന്താ പറയുക, ഒരു 10 ചക്കൊക്കെ ഒരാളെ തലയൊക്കെ എടുത്തുവെച്ചോനും അത് എടുത്ത് വെച്ച് കൊടുക്കാനും ഇവർക്ക് കഴിയും, അതുകൊണ്ട് പോകാനും കഴിയും. ഇപ്പോൾ കിൻഡൽ ചക്കറിന് സാധനം തന്നെ അല്ലല്ലോ, 50 രൂപ. മനസ്സിലാക്കി? എൻ്റെ കുട്ടിക്കാലത്ത് കിൻഡൽ ചാക്ക് എന്ന് പറഞ്ഞാൽ 110 കിലോ ഉണ്ടാവും, ഒരു 10 കിലോ എക്സ്ട്രാ ഇടും. എൻ്റെ ഓർമ്മയില്ല അതൊക്കെ. കിൻഡൽ ചാക്ക് ഒരാൾ 2 കൂടി കൂടിയിട്ട് പിടിച്ചിട്ട് ഒരാളെ തലയൊക്കെ എടുക്കും. ഇപ്പം ഇന്നത്തെ ചാക്ക് എത്ര? 50 കിലോ. അത് പിടിക്കണമെങ്കിൽ 4 ആൾ വേണം. എന്നാൽ കാണാൻ നല്ല ചൊറുക്കുള്ള ആണുങ്ങളാണ്, നല്ല കട്ടി മീസുണ്ട്, നല്ല ഒക്കെ ഉണ്ട്. ഒരു ഉപയോഗത്തിന് പറ്റില്ല, കരുത്തില്ല. അത് സത്യം. ഇപ്പം പ്രധാനപ്പെട്ട ചാക്കൊക്കെ എത്രയാണ്? 25, 26 കിലോ അത്രയുള്ളൂ. ഭാവപ്രകാശം കണ്ടു. വീണ്ടും ഇടിച്ചക്കയുടെ ഗുണത്തെപ്പറ്റി ആയിരക്കണക്കായ വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ ഭാവപ്രകാശം നീ കണ്ടു. ബാലം പനസമാഗ്നേയം കടു തിക്തം കഷായകം ദീപനം ലഘു സംഗ്രാഹി രക്തപിത്തഹരം പരം. ചെറിയ ഇടിച്ചക്ക എരിവ്, കയ്പ്, കവർപ്പ് രുചികൾ ഉള്ളതാണ്. ഇത് വലിയ പച്ചച്ചക്കയെ പോലെ ദഹനക്കേട് ഉണ്ടാക്കൂല ഒരിക്കലും. പകരം ദഹനാഗ്നിയെ ഉണർത്താൻ ഇത് സഹായിക്കും. എന്ത്? ഇടിച്ചക്ക. ഇത് ദഹിക്കാൻ വളരെ എളുപ്പമുള്ളതാണ്. ശരീരത്തിലുണ്ടാകുന്ന അമിത ഉഷ്ണം മൂലം കാരണമാകുന്ന രക്തസ്രാവം തടയാൻ ഇടിച്ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ ഉത്തമമാണ്. ഇടിച്ചക്കയെ പറ്റി ഞാൻ ലാസ്റ്റ് വരാം. ഇടിച്ചക്കയെ പറ്റി ഓക്സ്ഫോർഡിൻ്റെ പഠനമുണ്ട്. ഇപ്പം ഈ 2020 ശേഷം പുറത്തു വന്ന പഠനങ്ങൾ, ഓക്സ്ഫോർഡിൽ, കേംബ്രിഡ്ജിലൊക്കെ പഠനം നടത്തിയിട്ടുണ്ട്. എന്തിനെ പറ്റി? ഇടിച്ചക്ക. ഈ ഇംഗ്ലീഷിൽ ഇപ്പം ഇങ്ങോട്ട് പാഞ്ഞു വരിക ആ സാധനം കിട്ടാൻ വേണ്ടി. ഇപ്പം ചക്ക ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിൽപ്പെട്ടതാണ്. എന്തെന്നറിയോ? ഒരു ഏക്കർ ഭൂമിയെങ്കിലും എന്തുമാത്രം പ്ലാവ് മാത്രം, അങ്ങനെ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. ഇൻഷാ അല്ലാഹു സഹായിച്ചാൽ. ഞാൻ മൂത്തേടത്തെ ഒരു പറമ്പിൽ റബ്ബർ സ്ലോട്ടറൊക്കെ കഴിഞ്ഞ് മുറിച്ചപ്പോൾ വീട്ടുകാർ നിർബന്ധിച്ചപ്പോൾ ഞാൻ വീണ്ടും റബ്ബർ വെച്ചത്. പക്ഷെ എൻ്റെ ആഗ്രഹം ചക്ക വെക്കലായിരുന്നു. അപ്പോൾ ചക്കക്ക് പുതിയ ഇതുകൊണ്ട് ഇനി എന്താണെങ്കിൽ ചക്കയാണല്ലോ. അതായത് ഇപ്പോൾ എന്തില്ല, എല്ലാ കാലത്തും വിളയുന്ന ചക്ക എന്നും ഇടിച്ചക്ക കിട്ടും. അങ്ങനത്തെ ചക്ക ഉണ്ട് ഇപ്പോൾ. എന്നാലും അതെന്താണ് ഇപ്പോൾ പുതിയതാകുമ്പോൾ പുതിയതിൻ്റെ ഒരു കമ്മീനുണ്ടെങ്കിലും സാധനം എന്താണ്? ചക്കയല്ലേ. എന്നും ഇടിച്ചക്ക. അങ്ങനത്തെ ഇപ്പം പുതിയ ഇത് കിട്ടാനുണ്ട്. എനിക്കൊരു പറമ്പ് മുഴുവൻ ഒരു ഏക്കറെങ്കിലും ഫുള്ള് പ്ലാവ് വെച്ച് പിടിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ചെയ്യുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ്. ചക്ക വേറെ ഞാൻ സ്ഥലത്തുണ്ട്. ഇപ്പോൾ വാണിയമ്പലത്തുണ്ട്. അതേപോലെ വാണിയമ്പലത്തിൽ ചക്ക മാത്രം വെച്ച് ഞാൻ കണ്ടു. നല്ലതാണ്. സ്വയം ഉണ്ടാവും. അതിന് വലിയ ഗൗരവം എന്താ ചെയ്യും? നമ്മളെ ഈ മണ്ണുണ്ടല്ലോ, ഈ മണ്ണ് വേറൊരു നാട് പോലെയല്ല. ഈ മണ്ണിന് പറ്റിയ മരമാണ് ഓരോ നാട്ടിലും. ആ നാട്ടിൽ പറ്റിയ മരത്തിന് മാത്രം അള്ളാഹു ആ നാട്ടിൽ കൊടുക്കുക. ഇപ്പം അറബ് നാട്ടിൽ എന്താ പറയുക, ഈന്തപ്പന കൊടുത്തു, അത് ആ മണ്ണിന് പറ്റും. നമ്മളെ നാട്ടിലില്ല, നമ്മളെ നാട്ടിൽ പറ്റൂല. അവിടെ ചക്ക പ്ലാവ് കൊടുത്തില്ല, അവിടെ ആ പ്ലാവ് ആ മണ്ണിന് പറ്റൂല. ഇവിടെ നമ്മളെ നാട്ടിൽ
പ്ലാവുണ്ട്. നമ്മളെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മളെ നാട്ടിൽ ഇഷ്ടം പോലെ ചില ചക്ക പോകുന്ന ചക്ക അങ്ങനൊക്കെ വായിക്കും. മനസ്സിലാണ്ട് പറഞ്ഞത് വീട്ടിൽ എൻ്റെ കുട്ടിക്കാലത്ത് നമ്മളെ വീട്ടുമുറ്റത്തൊരു പ്ലാവുണ്ട്. അപ്പോൾ ഉമ്മ ആര് വന്നാലും അക്കാലത്താണ് ദാരിദ്ര്യം പിടിച്ച കാലമല്ല, കർക്കിടക മാസത്തിലൊക്കെ ഇതിൽ ചക്ക ഉണ്ട്. അപ്പോൾ ഒരാൾ വന്ന അമ്മ പറയും പിന്നെ ഒരു ചക്ക ഇട്ട് കൊടുക്കുക എന്ന് പറയും. 28 വട്ടം പ്ലാവ് കയറിയത് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ദിവസം. അവസാനം കാര്യമപ്പോൾ പറഞ്ഞു 28ാമത്തെ വട്ടമാണ് ഇന്ന പ്ലാവ് കയറ്റുന്ന കേട്ടോ എന്ന് പറഞ്ഞത്. പിന്നെ പറയും ചെയ്തു. പിന്നെ ആ പ്ലാവ് 28 വട്ടം ഒരു ദിവസം ഞാൻ അതിൽ കയറ്റിയിട്ടുണ്ട്. അത് അക്കാലത്തെ ഒരാൾ വൈകുന്നേരം വീട്ടിൽ വന്ന് കയറുമ്പോൾ തന്നെ അറിയാം എന്തോന്ന് അവർ വീട്ടിലുണ്ടാവില്ല. അപ്പോൾ വേഗം ഞാൻ അരി ഇല്ലെങ്കിലും വേഗം എന്ത് ചെയ്താൽ മതി, ഒരു ചക്ക ഇട്ട് കൊടുത്താൽ ആ ചക്ക കൂട്ടാനും വെച്ച് കഴിഞ്ഞാൽ അവർ തിന്നോലോ. കൊടുക്കാൻ അമ്മാൻ്റെ അടുത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല, ഉണ്ടാവില്ല, പഴയ കാലല്ലേ. അപ്പം അമ്മ എന്ത് ചെയ്യാൻ പറയും, വേഗം ചക്ക ഇട്ട് കൊടുക്കും. ഇവിടെ ആ ചക്കയും കൊണ്ട് ഒരു പോകും. അന്ന് അവരെ ഭക്ഷണം എന്തായിരിക്കും, ഈ ചക്ക. എൻ്റെ കുട്ടിക്കാലത്തപ്പം ഞാനീ പറഞ്ഞു 28 വട്ടമൊക്കെ പ്ലാവിൽ ഉമ്മന്നെ കയറ്റിയത് എനിക്ക് ഓർമ്മയുണ്ട്. അള്ളാഹുവർക്കൊക്കെ എന്നെ സദഖ. ഇന്നിപ്പോൾ നമ്മുടെ പറമ്പിൽ ഒരാൾക്ക് എന്നാൽ നമുക്ക് എന്താ കൊടുക്കാനുള്ളത്? 2 ബിസ്ക്കറ്റ് കൊടുക്കാം. ഈ യൂറോപ്യന്മാരുണ്ട് ബിസ്ക്കറ്റ് അല്ല, അതെന്താന്ന് നമ്മൾ പരിൽ കൊടുക്കുക, എന്ത് മുതലുള്ളൂ. ഇതൊക്കെ ഹക്ക് പറയാണ്. അപ്പം അത് ഒരുപാട് പിന്തുണക്കുക. ഇതൊക്കെ നമുക്ക് ഇനിയും ചെയ്യാം. നമുക്ക് ഭൂമിയുള്ളവരില്ലേ. എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മാസത്തിൽ 1 വട്ടം 2 വട്ടം ഞാനത് ആലോചിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് പ്ലാവ് വെക്കണം. ഇപ്പോൾ ഇത് പഠിച്ചപ്പോൾ ഒന്നും കൂടി ആഗ്രഹമാണ്. ഒരു പറമ്പ് 1 ഏക്കറെങ്കിലും എന്ത് ചെയ്യുക, പ്ലാവോട് വെച്ച് പിടിപ്പിക്കുക. ഇനിയുള്ള കാലത്തെ രോഗം മാറ്റാൻ ഇതിന് കഴിയും. അപ്പോൾ ഈ പുതിയ രോഗങ്ങൾ ഞാൻ പറയാം, ഇടിച്ചക്ക സർവ്വസാധാരണമായി കഴിക്കുക. ഇപ്പോൾ ചക്കക്ക് പുതിയ പുതിയ പ്രോസസ്സിംഗ് ഒക്കെ ഇപ്പോൾ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ നീര് കളഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഉണക്കുക, എന്നിട്ട് പൊടിക്കുക. ഭക്ഷണത്തിൽ സ്ഥിരമായി എന്തുപയോഗിക്കുക. അപ്പോൾ നമുക്കത് നല്ലതാണ്. കാരണം നമ്മൾ നല്ലോണം അധ്വാനിക്കണില്ല. അപ്പോൾ നമുക്ക് ചക്കപ്പൊടി നല്ലതാണ്. ഞാൻ ഏതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് നേരത്തെ, പൊടിയാക്കൽ. കാരക്കൂര അല്ല, അത് വേറെ. ഞങ്ങളോട് പൊടിയാക്കൽ മുരിങ്ങ. ഇനിയുള്ള കാലത്ത് മുരിങ്ങ പൊടിയാക്കാനല്ലേ. കാരണം മുരിങ്ങ ദഹിക്കാനുള്ള കരുത്ത് നമ്മുടെ ഉള്ളിനില്ല. തിരിഞ്ഞില്ല. മുരിങ്ങ ദഹിപ്പിക്കാനുള്ള കരുത്ത് ഇന്ന് ആണിനും പെണ്ണിനും കുറവാണ്. മുരിങ്ങ ദഹിക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. മുരിങ്ങ ദഹിക്കണമെങ്കിൽ എന്ത് വേണം, അധ്വാനം വേണം. നമുക്ക് അധ്വാനമില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് പോഷകഗുണങ്ങളുണ്ട്. അപ്പോൾ വേഗം അത് നല്ലതെന്താ, നമ്മളെ ഉള്ളിലുള്ള സാധനങ്ങൾക്ക് എന്ത് ദഹിപ്പിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് മുരിങ്ങ കഴിച്ചിട്ട് വയറ്റ് നോക്കുമ്പം എല്ലാം പോവും. കാരണം എന്തില്ല, കരുത്തില്ല ബോഡിക്ക്. മനസ്സിലായില്ല. അപ്പോൾ ഇനിയുള്ള കാലത്ത് മുരിങ്ങക്ക് നല്ലൊരു കാര്യം എന്താണ്, മുരിങ്ങ ഉണക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയാം, അത് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് കുപ്പിയിലാക്കിയിടുക. എന്നിട്ട് കറിയിലൊക്കെ കുറച്ച് കൂട്ടുക. അപ്പോൾ ഈ സാധനം നമ്മളെ ശരീരത്തിലെത്തും. അത് നല്ലതുമാണ്. മുരിങ്ങൻ്റെ ഇല ഇപ്പോൾ ലോകത്ത് മാർക്കറ്റിൽ ഭയങ്കര ഉണങ്ങിയ മുരിങ്ങൻ്റെ ഇല പൊടിക്കുക. മനസ്സിലോണ്ട് പറഞ്ഞത്. പഴയ ആ കരുത്ത്, ആ പച്ച മുരിങ്ങൻ്റെ ഇല അത്ര ഗുണത്തിനില്ലെങ്കിലും ആ സാധനം വലിയ സാധനമാണ്. ചക്ക ഉണക്കിയിട്ട് പൊടിച്ച് വെക്കുന്നത് നല്ലതാണ്. ഇനിയുള്ള കാലത്ത് എന്താണെങ്കിലും ചക്കക്ക് ഭയങ്കര ഗുണങ്ങളാണ് എന്ന്. ചക്ക ഷുഗർ പേഷ്യൻറ്റുകൾക്ക് ചക്ക കൂട്ടാന് തോരന് ഇതൊക്കെ വളരെ നല്ലതാണെന്ന് ഓക്സ്ഫോർഡിൻ്റെ പഠനം. അപ്പോൾ ഈ പഠനം പുറത്തു വരുന്നത് 2025 കഴിഞ്ഞ വർഷം. എന്താണ് ഓക്സ്ഫോർഡിൻ്റെ കീഴിലുള്ള ഇൻ്റർനാഷണൽ ജേർണൽ ഓഫ് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ഇവിടെ ഒരു പഠന ഗവേഷണം പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ 2025. ഇൻ്റർനാഷണൽ ജേർണൽ ഓഫ് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ഓക്സ്ഫോർഡിൻ്റെ കീഴിലുള്ള ഒരു സംഘത്തിൻ്റെ ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞ 2025. എന്താണ് അവരുടെയൊക്കെ പച്ചച്ചക്കയിൽ അടങ്ങിയിരിക്കുന്ന പോളിസാക്രൈഡുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ശരീരത്തിലെ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തെ നിയന്ത്രിക്കാൻ കഴിയും. അതുകൊണ്ട് പച്ചച്ചക്ക സ്ഥിരമായി കഴിക്കുന്നവർക്ക് എന്ത് കുറയും, ഷുഗർ കുറയും. ഗുളികൻ്റെ ആവശ്യമില്ല, ഷുഗർ കുറയും സ്ഥിരമായി പച്ചച്ചക്ക കഴിച്ചാൽ. പച്ചച്ചക്ക എന്തല്ല, പേറ്റക്കല്ല, ഓക്സ്ഫോർഡിന് വേണം. അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിനാൽ ഷുഗറിൻ്റെ അളവ് കൂടുന്നത് തടയാനും ഇതിലെ ഘടകങ്ങൾക്ക് ശേഷിയുണ്ട്. ഭക്ഷണം കഴിച്ചപ്പോൾ നമ്മൾ ഉദാഹരണം പറയാം, നമ്മൾ ഇന്ന് ഫാസ്റ്റിങ് കഴിഞ്ഞിട്ട് ഭക്ഷണ ശേഷം ഒരു 1.25-2 മണിക്കൂറാകുമ്പോൾ വീണ്ടും നോക്കിയാൽ 2 ലെവലായിരിക്കും. അതേ സമയത്ത് ചക്കയാണെങ്കിൽ ലെവൽ കൂട്ടൂല. ഫാസ്റ്റിങ്ങിൻ്റെ ലെവൽ പോലെ നിലനിർത്താൻ എന്തിന് കഴിയും, ചക്ക കഴിയും.
മനസ്സിലായില്ല? അപ്പോൾ നമ്മളെ ഫാസ്റ്റിംഗ് ലെവലും ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ലെവലും ഷുഗർ രണ്ടാണല്ലോ. പക്ഷേ ഇത് വല്ലാതെ ഉയർത്താതെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ പച്ചച്ചക്ക കൂട്ടാൻ വെച്ചേക്കുക. മനസ്സിലാണ്ടോ പറഞ്ഞത്? ഷുഗർ നിയന്ത്രിക്കാൻ കഴിയും. ആ ചക്ക ഉൾപ്പെടുത്തി തന്നെ വേണം. ഗ്യാസ് മറ്റൊക്കെ അമിതമായി ഉപയോഗിക്കുന്നുള്ളൂ, അത് വേണ്ട, ശ്രദ്ധിച്ചാൽ മതി എന്ന്. ഇതിലെ ഫ്ലേവനോയിഡുകൾ ഇൻസുലിൻ ഉൽപ്പാദനം മെച്ചപ്പെടുത്താൻ സഹായിക്കും. അതുകൊണ്ട് പച്ചച്ചക്ക കഴിക്കണം. ഓക്സ്ഫോർഡിൻ്റെ കഴിഞ്ഞ വർഷത്തെ പഠനം, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പഠനം പുറത്തു വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ കേംബ്രിഡ്ജിൻ്റെ കീഴിലുള്ള നേച്ചർ ന്യൂട്രീഷൻ ആൻഡ് ഡയബറ്റിക്സ് എന്ന അവരുടെ പഠനം 2021 ആ പഠന സംഘത്തിൻ്റെ പഠന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ദിവസവും 30 ഗ്രാം വീതം പച്ചച്ചക്ക ചോറിനും ചപ്പാത്തിക്കും പകരമായി ഭക്ഷണമായി ഉപയോഗിച്ച രോഗിയിൽ പ്രമേഹത്തിൻ്റെ സൂചകമായ HbA1c ഗണ്യമായി കുറയും. ഇപ്പം നമ്മൾ 3 മാസത്തിനുള്ളിൽ ഒരാളുടെ HbA1c ലെവൽ എടുക്കും. അതാണ് സത്യത്തിൽ ഷുഗറിൻ്റെ യഥാർത്ഥ ലെവൽ. മനസ്സിലായില്ലേ? HbA1c ഒരാളുടെ 3 മാസത്തിനുള്ളിൽ HbA1c ലെവലാണ് ഡോക്ടർമാർ, പ്രമേഹ ഡോക്ടർമാർ, പിന്നെ ഡയബറ്റീഷ്യന്മാർ പരിശോധിക്കാൻ പറയുക. ഇത് നിയന്ത്രിക്കാൻ, ഇത് കൂടാതെ നിയന്ത്രിക്കാൻ എന്തുപയോഗിച്ചാൽ മതി? ചക്ക ഉപയോഗിക്കുക. ഒരു 30 ഗ്രാമെങ്കിലും ദിവസം ചക്ക ഭക്ഷണത്തിന് പകരം ഉപയോഗിക്കുക. സീസൺ അല്ലാത്തപ്പോൾ ഉണ്ടല്ലോ ചക്കല്ലേ, അതന്നെ അത് തന്നെ. ഇപ്പം എന്നെപ്പം എൻ്റെ വല്യാപ്പാൻ്റെ ആരോഗ്യം എനിക്കില്ലല്ലോ, എന്നാലും ഇപ്പം ഇപ്പം ഇവിടെ വേണ്ടേ? വല്യാപ്പാനെ തിരിച്ചുകൊണ്ടല്ലേ നടക്കൂലല്ലോ. വല്യാപ്പാൻ്റെ ആരോഗ്യം നമുക്കൂടെ ഉണ്ടാവില്ല, എന്നാലും നമ്മൾ വേണ്ടേ എന്ന് പറഞ്ഞതുപോലെ ആ പഴയ കാലത്തെ ചക്കയുടെ ഗുണമൊന്നും 100% കിട്ടിയിട്ടില്ലെങ്കിലും ചക്ക എന്ന് പറയുമ്പോൾ 90% നമ്മൾ എന്ത് മതി പറമ്പിലുണ്ടാക്കുക. അതിന് നമ്മൾ പുതിയ മരുന്നിട്ട് കൊടുക്കാതിരിക്കുക. എല്ലാ കാലത്തും ഇടിച്ചക്കട്ടും, എല്ലാ കാലത്തും ഇടിച്ചക്കട്ടും. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരാഗ്രഹമാണ് ചക്ക ഉണ്ടാക്കണം. അതിന് ആവശ്യം നമ്മളെ ഭൂമിയുണ്ട്, പക്ഷെ ഒന്നും ശ്രദ്ധയില്ല. കർണാടകന്ന് വേണ്ട, മൂത്തരത്തിൻ്റെ അവിടെ പള്ളാസ്റ്റ് ഭൂമിൻ്റെ ബേജാറുണ്ട്. രോഗികളുടെ ഫാസ്റ്റിങ്, അതേപോലെ തന്നെ പോസ്റ്റ് പ്രാൻഡിയൽ ലെവല്, അതായത് അതായത് ഭക്ഷണത്തിന് മുമ്പ് ഭക്ഷണത്തിന് ശേഷമുള്ള മനുഷ്യൻ്റെ ഷുഗർ ലെവല് വലിയ അതിന് അളവ് വ്യത്യാസമില്ലാതെ നിയന്ത്രിക്കാൻ ചക്ക കൂട്ടാന് കഴിയും, ചക്ക തോരന് കഴിയും എന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി 2025 കേംബ്രിഡ്ജ് 2021 കണ്ടെത്തി. ചക്കയിലുള്ള നാരുകൾ, ഉയർന്ന അളവിലുള്ള നാര്, എമ്പാടും നാരുള്ള ഒരു ഭക്ഷണം ചക്ക. ഇത് പെട്ടെന്ന് വിശക്കുന്ന ശരീരഭാഗം ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും. ചക്ക സ്ഥിരമായി കഴിക്കുന്നവർക്ക് എന്ത് കൂടൂല? ശരീരഭാരം കൂടൂല. ഇന്നിപ്പോൾ 100-108 കിലോ ഒക്കെയാണ് ഓരോരുത്തർ. ഇന്നലെ ഒരാളിനോട് ചിരിച്ചുകൊണ്ട് പറയും എനിക്ക് 108 കിലോ. പഴയ കാലത്തൊക്കെ തിരിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ 108 കിലോ എന്നാണ്. ഒരാൾ ഇന്നലെ ക്ലാസ്സിന് വന്ന ആളിനോട് പറയാം ഞാൻ 108 കിലോ ആണ്. പഴയ കാലത്ത് 108 കിലോ ആണെങ്കിൽ 4 ആളെ കൂട്ടണം. കാരണം അവർ കഴിക്കുന്ന വിഭവങ്ങൾ അവരുടെ ശരീരത്തെ ഭാരത്തിന് ആകെ ഭാരം എല്ലിനെ ഉണ്ടാവുള്ളൂ, ഇറച്ചിക്കില്ല. കാരണം അങ്ങനത്തെ ഇറച്ചി തൂങ്ങില്ല. ഇപ്പം ഇന്ന് ബാല്യക്കാരായ കുട്ടികൾക്ക് ഇവിടെ എടുത്തു, പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് പഴയ കാലത്ത് തൂങ്ങുകയാണെങ്കിൽ ഇപ്പം അന്നത്തെ തൂങ്ങത്തിനേക്കാൾ ചെസ്റ്റിൽ മനസ്സിലായില്ലേ, ഈ ബ്രസ്റ്റിൻ്റെ ഇവിടെ തൂങ്ങുക എന്നുള്ളത് പണ്ടത്തെക്കാൾ പുതിയ പെൺകുട്ടികളിൽ കൂടുതൽ. നിങ്ങൾ തോന്നുന്നുണ്ട് ഓളെ ചുരുക്കാണത്? അല്ല, അവളെ ആരോഗ്യക്കമ്മിയാണ്. ഇന്നത്തെ പുതിയ ഭക്ഷണം. ആൺകുട്ടികൾക്കിപ്പം എന്തുണ്ടായി? ആൺകുട്ടികൾക്ക് മുതലുണ്ടാകാൻ കാരണം എന്താ? ഇന്നത്തെ പുതിയ ഭക്ഷണം. ആൺകുട്ടികൾക്ക് മുതലുണ്ടാവില്ലല്ലോ. ഇതന്നെ ഇപ്പം ആൺകുട്ടികൾക്ക് മുല കൂടി, പെൺകുട്ടികൾ അമിതമായും കൂടി. അപ്പോൾ നമ്മൾ നല്ല ഒരു സുന്ദരി എൻ്റെ ഞങ്ങൾ ഓളെ കഥ പോക്ക. ശരീരത്തിന് ഭാരം കുറക്കും, തൂങ്ങൽ കുറക്കാനൊക്കെ ചക്ക കൂടുതൽ കഴിക്കുന്നവർക്ക് ആകെ ഉണ്ടാകുക എന്താ അറിയോ? കുറച്ച് വയറുണ്ടാവും. പക്ഷെ ആ വയറ് ആരോഗ്യമുള്ള വയറ് 2 ജാതിയാണ്. അധ്വാനിക്കുന്നവർക്ക് വയറുണ്ടെങ്കിൽ പോലും ഇപ്പം ഏറ്റവും വലിയ ബലവാനാണ് അലി ഇബ്നു അബി ത്വാലിബ്. കുറച്ച് പള്ളുണ്ട്. പള്ള 2 സൈസ് ഉണ്ട്. അധ്വാനിക്കാത്തവൻ്റെ പള്ളയും അധ്വാനിക്കണവൻ്റെ പള്ളയും. അധ്വാനിക്കാൻ്റെ പള്ളമ്മ 4 ആൾ കൂടി ഇടിച്ചാൽ ഒന്നും പറ്റില്ല.
നല്ല എന്താ കാറ്റ് നിറച്ച ഒരു ഫുട്ബോളിനെ ഇടിച്ചുകൊണ്ട് അതിനൊന്നും പറ്റാത്തത് പോലെയാണ് ചില ആളുകൾ പള്ള. ചില ആൾ പഴയ എൻ്റെ കുട്ടിക്കാലത്തിന് ഓർമ്മയുണ്ട്, ഇങ്ങനെ നിന്നിട്ട് പള്ളം മേടിക്കും. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇടിപ്പിക്കും. ഒന്നും പറ്റൂല. കാരണം അധ്വാനിക്കുന്ന തടിയിൽ വയറ് കുറച്ചുണ്ടായി. ഇപ്പോൾ ഈ ചക്കയൊക്കെ കഴിക്കുമ്പോൾ സ്വാഭാവികമായും അമിതമായി ചക്ക കഴിക്കും. അമിതമായി ഇനിയിപ്പോൾ പള്ള കൂടുന്നത് ഈ ചക്ക നിർത്തണ്ട. അമിതമായി ചക്ക ഉപയോഗിച്ചാൽ കുറച്ച് വയറ് കൂടും. പക്ഷെ ആ വയറ് അധ്വാനിക്കുന്നവൻ്റെ വയറാണെങ്കിൽ ഇവർക്ക് എന്തുണ്ടാവും? കരുത്തുണ്ടാവും. നിങ്ങളിപ്പോൾ അങ്ങനെ അമിതമായി കഴിക്കൂല. ഞാൻ കുറച്ചെങ്കിലും കഴിക്കുന്ന പറയുന്നത്. അമിതം എന്ന് പറഞ്ഞാൽ അവർക്ക് രാവും പകലൊക്കെ ചക്കയിരിക്കും. മനസ്സിലോട്ട് പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കിതൊക്കെ ശ്രദ്ധിക്കാം. എന്നിട്ട് ആ പഴയ ലെവലിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ കഴിയും. തീർച്ചയായും കഴിയും. ഒന്ന് ഇപ്പം ഞാൻ പറയട്ടെ, 10 സെൻറ്റ് ഭൂമി എന്തിനാ ഇപ്പം മൂത്തേടത്തിൻ്റെ വർത്താനം പറയുന്നത്? എടാ ഒരു 5 സെൻറ്റിലുള്ളോടത്ത് പുതിയ പ്ലാവിൻ്റെ തൈ മണ്ണുത്തി പോയാൽ കിട്ടും. ഇനി മണ്ണുത്തിൽ മാത്രമല്ല, ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ഇല്ലേ ഫാം, ചെറിയ ചെറിയ നഴ്സറികളില്ലേ ഉണ്ട്. എടാ കുട്ടി, ഞാൻ പറഞ്ഞ് നാടൻ തൈ എന്നാണ് പറഞ്ഞിരിക്കല്ലേ. നാടൻ തൈ ആയിക്കോട്ടെ, പക്ഷെ ഈ നാടനല്ലല്ലോ. അപ്പം നമുക്ക് നാടൻ തൈ ആവണത് ഫാമിലെ തൈ ആയാലും മതി. ഈ കൊണ്ടുവന്ന് വെക്ക്. എന്നാലും അതിൽ ഉണ്ടാകണത് മാങ്ങയല്ലല്ലോ, ചക്കയല്ലേ. ഗുണം അതിനുണ്ടാവും. 100% ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ചെറിയ വ്യത്യാസം. എന്നാലും അത് ചക്കയാണ്. അതിന് ഗുണം 100% ഉണ്ടാവും. ഇപ്പം നമ്മളെ മൂത്തേടത്തെയും നിലമ്പൂരത്തെയും മലപ്പുറത്തെയും ചക്ക കൊണ്ടുപോയിട്ടാണ് ഓക്സ്ഫോർഡ് പരിശോധിക്കുന്നത്. ഓക്സ്ഫോർഡിൽ പരിശോധിച്ച ചക്ക എന്തായിരിക്കും പറയാം? ഫാമിലെ ചക്ക. അതിൻ്റെ ഗുണം അവരീ പറഞ്ഞ്. നാടൻ ചക്ക എന്ന് പറയാൻ കൈ കിട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഓക്സ്ഫോർഡിൽ പഠനം നടത്തിയ ചക്ക ഫാമിൽ വളർത്തിയ ചക്കയല്ലേ. ഈ ഏത് ചക്കയായിരിക്കത്? ഇന്നത്തെ എന്താ പറയുക, നമ്മളെ ഈ എന്താ പറയുക, ഈ രാസവളങ്ങൾ ഇട്ട് കൊടുത്ത് വളർത്തിയ പ്ലാവിൻ്റെ ചക്കയാണ് ഇപ്പോൾ ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും പരിശോധിക്കണേ. അതിൻ്റെ ഗുണമാണ് പോലീ പറഞ്ഞത്. അത് മതിയാലും നമുക്ക് അൽഹംദുലില്ലാ. നമ്മൾ പഴയ മനുഷ്യന്മാരൊന്നല്ലല്ലോ. മതി. എന്ന് സിഡ്നി യൂണിവേഴ്സിറ്റി, ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് സിഡ്നി യൂണിവേഴ്സിറ്റി. അവിടുത്തെ എന്താ പറയുക, സിഡ്നി യൂണിവേഴ്സിറ്റിയിലെ ഗ്ലൈസമിക് ഇൻഡെക്സ് നടത്തിയ പഠനത്തിൽ വെളിപ്പെടുത്തിയ ചില ഗവേഷണം 2017 ഇവരുടെ കണ്ടെത്തൽ. പച്ചച്ചക്കയുടെ ഗ്ലൈസമിക് ലോഡ് വെറും 17% മാത്രമാണ്. 17. സാധാരണ നമ്മൾ കഴിക്കുന്ന ചോറിൻ്റെ ഗ്ലൈസമിക് ലോഡ് എന്ന് പറഞ്ഞാൽ അത് ചോറാണെങ്കിൽ 29, ചപ്പാത്തി ഗോതമ്പാണെങ്കിൽ അത് 27 എന്നൊക്കെ വരും. അതേസമയത്ത് അതിനേക്കാൾ 40% കുറവാണ് ഗ്ലൈസമിക് ലോഡ് എന്തിന്? പച്ചച്ചക്കക്ക്. അതുകൊണ്ട് തന്നെ സിഡ്നി യൂണിവേഴ്സിറ്റി 2017 പഠന റിപ്പോർട്ട് ചോറിന് പകരമായി പച്ചച്ചക്ക കഴിക്കുമ്പോൾ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റും കലോറിയും വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ എത്തുകയുള്ളൂ. ഇത് പ്രമേഹ രോഗികൾക്ക് ആരോഗ്യവത്തായി ജീവിക്കാൻ ഉപകരിക്കും. ഇപ്പം നമ്മൾ ചോറ് കൂടുതൽ കഴിക്കുന്നതിനനുസരിച്ച് കാർബോഹൈഡ്രേറ്റ് ശരീരത്തിൽ കൂടും. അതിന് പകരം എന്ത് കഴിച്ചു? ചക്ക കഴിച്ചാൽ കാർബോഹൈഡ്രേറ്റ് കൂടൂല. അപ്പം എന്ത് കൂടൂല? പറയാം. കാർബോഹൈഡ്രേറ്റ് കൂടിയാലേ എന്ത് കൂടുള്ളൂ? ഷുഗർ കൂടുള്ളൂ. കാർബോഹൈഡ്രേറ്റ് കൂടൂല ചക്ക കഴിച്ചാൽ. ചിന്തിക്ക്. ഇതിപ്പോൾ ഓസ്ട്രേലിയയിൽ സിഡ്നി യൂണിവേഴ്സിറ്റി 2017 നടത്തിയ പഠനമാണിത്.